ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണി, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സന്തോഷായി മോളെ. ഞാനൊക്കെ എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഭർത്താവാണ്. അപ്പോ ചില സമയത്ത് ഫുഡൊന്നും കൂടി ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബസ് വിട്ട് തന്നപ്പോ ഗവൺമെന്റിനും നല്ല നന്ദി പറയുന്നു. എനിക്ക് ആ 3000 രൂപ കൊണ്ട് എന്റെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷമായി. അതാണ് ഈ അമ്മന്റെ വാക്കുകൾ കേട്ടില്ല നിങ്ങൾ? ഒരുപാട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട്, പക്ഷേ ഈ വീഡിയോ തന്നെ ഞാനിവിടെ വെക്കാൻ കാരണം ഒരുപാടുണ്ടോ നമ്മളെ കുടുംബത്തിൽ ഇതുപോലെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിയണ സ്ത്രീകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ. എത്രയൊക്കെ ഇക്വാലിറ്റി നമ്മൾ പറഞ്ഞാലും ഈ ഒരു സാലറിൻ്റെ കാര്യത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ, ക്ലീനിങ് മേഖലയിൽ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം 10,000-ന് താഴെ 6,000, 7,000 ആ റേഞ്ചിലൊക്കെ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യണ ഒരുപാട് പേരുണ്ട്. അവർ കൊണ്ടുവന്നിട്ട് വേണ്ടി വരും ചിലപ്പോൾ ആ കുടുംബം തന്നെ കഴിയാണ്. പല മേഖലയിൽ പല രീതിയിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട് കുടുംബം പോറ്റുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഒരു ഹെൽപ്പാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് ഹോസ്പിറ്റലൈസ് ആവുക, ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോവുക, അങ്ങനെ ഡെയിലി പോക്ക് വരവ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ എന്തെല്ലാം ഒച്ചപ്പാടും ബഹളമാണല്ലേ. ഒരു ഭാഗത്ത് ആണുങ്ങളെ പ്രതിഷേധം, ഒരു ഭാഗത്ത് കുട്ടികൾക്ക് മതി, പ്രായമായവർക്ക് മതി, അസുഖമുള്ളവർക്ക് മതി, ഭിന്നശേഷിക്കാർക്ക് മതി. ഇതൊന്നും ഒരു ആലോചനയും ഇതും ഇല്ലാതെ പെട്ടെന്ന് നടത്തുന്ന പദ്ധതികളെല്ലാം നമുക്കൊക്കെ അറിയാം. നല്ല തീരുമാനങ്ങളും നല്ല കോർഡിനേഷനും ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് പ്രാബല്യത്തിൽ വരുന്ന സംഭവമാണ്. അതൊന്ന് ഓടി നോക്കട്ടെ, എന്നിട്ട് എന്താണ് നമുക്ക് അഭിപ്രായം പറയാനുള്ളത് നോക്കിയാൽ പോരെ. ഇത് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അതെങ്ങനെ മുടക്കാന്നുള്ള ഇന്നിപ്പോൾ കണ്ടു കുറേ BJPന്റെ എല്ലാ ബസ്സിലും ഇല്ലാത്തതിന് പ്രതിഷേധം. എന്താ ചെയ്യുക? ഒരു നിലക്കും നന്നാവാനയക്കാത്ത കുറേ വർഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാലോ ഇതെങ്ങനെയാണ് പോണത് എന്നുള്ളത്. കാരണം ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ഈ അമ്മ പറഞ്ഞ വാക്കുകൾ. ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ആ സ്ത്രീക്ക് 100 രൂപയാണ് ഒരു ദിവസം ട്രാവൽ എക്സ്പെൻസ് വരുന്നത്. ഒരു മാസം 3000 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില്ലറ പൈസ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിത സാഹചര്യം ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു സാലറി തന്നെയാണ് ഈ ഒരു 3000 രൂപ കിട്ടുക എന്ന് പറഞ്ഞത്. പല സെക്ടറിലും ഈ ട്രാവൽ എക്സ്പെൻസ് എക്സ്ട്രാ കൊടുക്കണമെന്നില്ല. അത് അവർക്ക് ഉള്ള ഈ ചെറിയ ശമ്പളത്തിൽ നിന്ന് വേണ്ടി വരും അവർക്ക് ട്രാവൽ ചെയ്യാനും കൂടെ. ഇനിയിപ്പോൾ അങ്ങനെ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് സ്ത്രീകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ലേ നിങ്ങൾ മെയിൽ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് യാത്ര ചെയ്തോളി, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ. ഇല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൽ യാത്ര ചെയ്തോളി. അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ആർക്കും ഇത് ആവശ്യമില്ല എന്ന് പറയണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെറും പൊട്ടത്തരാണ്. ഇത് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർ ഉപയോഗപ്പെടുത്തട്ടെ. താങ്ക് യു.